നിങ്ങൾക്ക് 25 ലക്ഷത്തിൻ്റെ മേലെ സം ഇൻഷുർഡുള്ള വലിയ ഒറ്റ പോളിസികളുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് സൂപ്പർ ടോപ്പ് പോളിസിയല്ല, സിംഗിൾ പോളിസി നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ പ്രോഡക്റ്റിൽ പോളിസിയിൽ പ്രീമിയം ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതായത് ഞാൻ പ്രീമിയം അടക്കുന്നു, പ്രീമിയം അടുത്ത വർഷം ക്ലെയിമൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ അത് പ്രീമിയം കഴിഞ്ഞ വർഷത്തെ പ്രീമിയത്തേക്കാൾ കൂടുതൽ പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കേസുകൾ ഒഴിവാക്കി എനിക്ക് കഴിഞ്ഞ വർഷത്തെ അതേ പ്രീമിയം തന്നെ അടക്കാൻ അവസരം തരുന്ന പോളിസികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ പോളിസികളിൽ റൂം റെൻറ്റ് 1% ഓഫ് ദ സം ഇൻഷുർഡ് ആയിരിക്കും. മിക്കവാറും കേസുകളിൽ ചില പ്രോഡക്റ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ലോവസ്റ്റ് സിംഗിൾ എ സി ആണ്. പലപ്പോഴും നമുക്ക് ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് റൂം എടുക്കാൻ പറ്റാറില്ല. നിങ്ങളുടെ പ്രോഡക്റ്റിൽ നമുക്ക് ഇഷ്ടാനുസരണം റൂം സെലക്ട് ചെയ്യാനുള്ള പോളിസികളുണ്ടോ? നിങ്ങൾ ക്ലെയിം ഇല്ലാത്ത ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യുമുലേറ്റീവ് ബോണസ് എന്ന പേരിൽ ഞങ്ങൾക്ക് ഒരു സം ഇൻഷുർഡിലെ ഒരു വർധനവ് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നു. ഞങ്ങൾക്ക് സം ഇൻഷുർഡിലുള്ള വർധനവല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് പ്രീമിയത്തിലുള്ള കുറവാണ്, പ്രീമിയത്തിലുള്ള ഡിസ്കൗണ്ടാണ്, അത് തരുന്ന ഏതെങ്കിലും പോളിസികളുണ്ടോ? ഇങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് യെസ് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയൊരു പോളിസിയെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം യെസ് പറയാം. ആ പോളിസിയാണ് നാഷണൽ ഹെൽത്ത് മേക്ക് യുവർ ഓൺ പോളിസി. നോളജ് അപ്ഡേറ്റ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം നാഷണൽ ഹെൽത്ത് മേക്ക് യുവർ ഓൺ പോളിസി. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ചില ബൈക്കുകളുണ്ട്, അത് ചെറിയ ചില മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതിനെ ഓഫ് റോഡിങ്ങിന് ഉപയോഗിക്കാം. മറ്റു ചില ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതിനെ ഓൺ റോഡിലെ സിറ്റി ടൂററായിട്ട് ഉപയോഗിക്കാം. സ്ക്രാംബ്ലേഴ്സ് എന്നാണ് ഈ ഒരു സെഗ്മെൻറ്റ് അറിയപ്പെടുന്നത്. നാഷണൽ ഹെൽത്ത് മേക്ക് യുവർ ഓൺ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ പോളിസികളിലുള്ള ഒരു സ്ക്രാംബ്ലറാണ്. അതിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് അനുവദനീയമാണ്. അല്ലെങ്കിൽ വണ്ടികളിലെ മോഡിഫിക്കേഷൻസ് അനുവദനീയമാക്കുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ വണ്ടികളിലുള്ളതുപോലെ 4 വേരിയൻറ്റുകളിലായിട്ടാണ് ഈ പോളിസി ഉള്ളത്. ബ്രോൺസ്, സിൽവർ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഈ 4 വേരിയൻറ്റുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ 15ഓളം ഓപ്ഷണൽ കവേഴ്സും ഉണ്ട്. അങ്ങനെ നമുക്കതിനെ കസ്റ്റമൈസ് എടുക്കാം. നമുക്ക് നമ്മുടെ ഉചിതമായ പ്ലാൻ സ്വീകരിച്ച് ഉചിതമായ രൂപത്തിലുള്ള ഓപ്ഷണൽ കവേഴ്സ് സ്വീകരിച്ച് നമുക്ക് നമ്മുടേതായ പോളിസി ഡിസൈൻ ചെയ്യാം. അതാണ് നാഷണൽ ഹെൽത്ത് മേക്ക് യുവർ ഓൺ പോളിസി. ഇതിൽ ബ്രോൺസ്, സിൽവർ, ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇങ്ങനെയാണ് 4 പ്ലാനുകളുള്ളത്. ബേസിക് സം ഇൻഷുർഡ് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ, 5 ലക്ഷം, 7.5 ലക്ഷം, 10 ലക്ഷം. ഇതാണ് ബ്രോൺസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതിൻ്റെ സം ഇൻഷുർഡ്, ബേസിക് സം ഇൻഷുർഡ്. സിൽവറിൽ വരുമ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം. ആ ബേസിക് സം ഇൻഷുർഡ് ആണെങ്കിൽ അത് സിൽവറാണ്. പിന്നീട് ഗോൾഡ് 25 ലക്ഷം, 35 ലക്ഷം, 50 ലക്ഷം ബേസിക് സം ഇൻഷുർഡ് ആകുമ്പോൾ ഗോൾഡ് പ്ലാനായി. ഡയമണ്ടിലേക്ക് വരുമ്പോൾ 75 ലക്ഷവും 1 കോടിയുമാണെങ്കിൽ അത് ഡയമണ്ട് പ്ലാനാണ്. ഈ പ്ലാനുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായി സ്വീകരിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടറായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 15ഓളം ഓപ്ഷണൽ കവേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പോളിസി നിങ്ങൾക്ക് ഡിസൈൻ. നമുക്കിതിൻ്റെ എൻട്രി ഏജിലേക്ക് പോവാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമുക്ക് ആദ്യം എൻട്രി ഏജ് പറയാം. എൻട്രി ഏജ് ബ്രോൺസ്, സിൽവർ, ഗോൾഡ് കാറ്റഗറിയിൽ 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് എൻട്രി ഏജ്. ഡയമണ്ടിൽ കുറച്ച് കുറവാണ്, 18 മുതൽ 45 വയസ്സ് വരെയാണ്. ഇതിൽ നിങ്ങൾക്കൊരു ഫ്രഷ് എൻട്രൻ്റ് ആവാം, അല്ലെങ്കിൽ മറ്റ് പോളിസിയിൽ നിന്ന് നമ്മുടെ തന്നെ മറ്റ് പോളിസിയിൽ നിന്ന് നമുക്ക് മൈഗ്രേറ്റ് ചെയ്തെടുക്കാം. മറ്റ് കമ്പനികളുടെ പോളിസിയെ പോർട്ട് ചെയ്തിട്ടും എടുക്കാം. അതിനൊക്കെ ഇതേ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. 18 മുതൽ 55 വയസ്സ് വരെ ബ്രോൺസ്, സിൽവർ, ഗോൾഡിനും ഡയമണ്ടിന് 18 മുതൽ 45 വയസ്സ് വരെ. പിന്നെ ഇതിന് നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിൽ ഈ ബ്രോൺസിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്, സ്പൗസ്, കുട്ടികൾ, ഇവർ 3 വരെയാണ്. സെൽഫ്, സ്പൗസ്, കുട്ടികൾ ഇവരെയാണ് കവർ ചെയ്യുക. ഇനി സിൽവർ, ഗോൾഡ്, ഡയമണ്ട് പ്ലാനിൽ ഇൻലോസിനെ കവർ ചെയ്യാം, പാരൻസിനെ കവർ ചെയ്യാം, സിബ്ലിങ്സിനെ കവർ ചെയ്യാം. അങ്ങനെയൊക്കെ കവർ ചെയ്യുമ്പോൾ അത് ഫ്ലോട്ടർ ആയിട്ടല്ല, അവർ തനിയായിട്ടാണ്, ഇൻഡിവിജ്വൽ ആയിട്ടാണ് കവർ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറയുന്നു. അത് കൂടാതെ
പോളിസിയുടെ പീരീഡ് എന്ന് പറയുന്നത്. ബ്രോൺസ് കാറ്റഗറിയിൽ നമുക്ക് ഇയർലി പോളിസി കൊടുക്കാം, അല്ലെങ്കിൽ ലോങ് ടേം പോളിസി കൊടുക്കാം. ലോങ് ടേം പോളിസി കൊടുക്കുമ്പോൾ 3 വർഷം വരെയുള്ള പോളിസികളാണ്. 1 വർഷം, 2 വർഷം, 3 വർഷം. സിൽവർ, ഗോൾഡ്, ഡയമണ്ട് പ്ലാനുകളിൽ ഇയർലി പോളിസി കൊടുക്കാം, ലോങ് ടേം പോളിസി കൊടുക്കാം. ലോങ് ടേം പോളിസി 5 വർഷം വരെയുണ്ട്. 2, 3, 4, 5 വർഷം വരെ നമുക്ക് ലോങ് ടേം പോളിസികൾ ഇതിൽ കൊടുക്കാവുന്നതാണ്. മറ്റു പോളിസികളിൽ നിന്ന് വിഭിന്നമായി ഇതിൽ കുറച്ചുകൂടെ ഉദാരമായ ഡിസ്കൗണ്ട് സ്ട്രക്ചറാണുള്ളത്. വെൽനസ് ഡിസ്കൗണ്ട് ഉണ്ട്. വെൽനസ് ഡിസ്കൗണ്ട് 1.5% ഫിറ്റ്നസ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നവർക്ക്. നിങ്ങൾ ഒരു ജിമ്മിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, ജിമ്മിലെ മെമ്പർഷിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പോയാലും ഇല്ലെങ്കിലും ജിമ്മിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. യോഗ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ സ്പോർട്സ് ഇവൻറ്റിൽ പങ്കാളികളാവുന്നതാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതിന് 1.5% ഡിസ്കൗണ്ട് ഉണ്ട്. ഫിറ്റ്നസ് ജിമ്മിന് 1.5% ഡിസ്കൗണ്ട് വീണ്ടുമുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് 3% ഡിസ്കൗണ്ട് വരെ നിങ്ങളുടെ വെൽനസ് ഡിസ്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നെടുക്കാവുന്നതാണ്. പിന്നെ ലോങ് ടേം ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ലോങ് ടേം പോളിസി എടുക്കുമ്പോൾ ലോങ് ടേം ഡിസ്കൗണ്ട് ഉണ്ട്. 2 വർഷത്തിന് 2%, 3 വർഷത്തിന് 4%, 4 വർഷത്തിന് 7.2%, 5 വർഷത്തിന് 7.5% ലോങ് ടേം ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഫ്ലോട്ടർ എടുക്കുമ്പോൾ ഫ്ലോട്ടർ ഡിസ്കൗണ്ട്, നമ്മൾ ഫ്ലോട്ടർ ഡിസ്കൗണ്ട് അങ്ങനെ പലതിലും അധികമൊന്നും കണ്ടിട്ടില്ല. ഫ്ലോട്ടർ ഡിസ്കൗണ്ട് നമുക്കുണ്ട്. 2 അഡൾട്ട്സിന് 7.5% ഉണ്ട്. 2 അഡൾട്ട് ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ 13.0% ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ 17.5% ഡിസ്കൗണ്ട് വരെ നമുക്ക് ഫ്ലോട്ടറിലുണ്ട്. പിന്നെ സെക്ഷൻ 80Dയിൽ നമുക്ക് ടാക്സ് റിബേറ്റ് കിട്ടുന്ന കാര്യം എല്ലാ പോളിസിയിലും ഉള്ളതുപോലെ ഇതിലുമുണ്ട്. ബേസിക് കവറേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 24 hours ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാവുന്ന ചിലവുകൾ, മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഫീ അതിൽ പേയബിളാണ്. സാധാരണ എല്ലാ പോളിസികളിലും ഉള്ളതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, അതിൻ്റെ എക്സ്പെൻസ്, മെഡിക്കൽ ബിൽസ്, അതുപോലെ തന്നെ പ്രോസ്തെറ്റിക്സ്, അതായത് ആർട്ടിഫിഷ്യൽ ലെഗ് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് വയ്ക്കുന്ന സാധനങ്ങൾ, അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റാത്ത ഭാഗങ്ങളിൽ വരുന്ന പേസ് മേക്കർ പോലുള്ള ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്രാക്ചറൊക്കെ വയ്ക്കുന്ന മെറ്റൽ ഇംപ്ലാന്റ് പോലെയുള്ള സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ചിലവുകൾ ഒക്കെ സാധാരണ പോളിസികളിലുള്ളതുപോലെ തന്നെ ഇതിലും നമുക്ക് അതിൻ്റെ ഒരു കവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ റൂം റെൻ്റാണ്. ശരിക്കും റൂം റെൻറ്റ് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോളിസി എന്ന് പറയുന്നത് യങ് ഇന്ത്യ പ്ലസ് പോളിസി. യങ് ഇന്ത്യ പ്ലസ് പോളിസിയിൽ നമുക്ക് സിംഗിൾ AC അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ AC, ലോവസ്റ്റ് സിംഗിൾ AC നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയബിളാണ്. ഇതിലും അതുകൊണ്ട് തന്നെ അത് പല കൺഫ്യൂഷൻസും ഒഴിവാക്കും. നമുക്ക് സെല്ല് ചെയ്യാൻ ഒരു എളുപ്പമായിട്ടുള്ള പോളിസി ആയിട്ട് എനിക്ക് പലപ്പോഴും യങ് ഇന്ത്യ പ്ലസ്സിനെ തോന്നാറുണ്ട്. ഇതിലും അതിൻ്റെ കുറേ ഗുണങ്ങൾ ഇതിലും കാണുന്നുണ്ട്. ബ്രോൺസ് കാറ്റഗറിയിൽ പതിവ് പോലെ തന്നെ 1% ഓഫ് ദ സം ഇൻഷുർഡ് ആണ് പെർ ഡേ. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എലിജിബിലിറ്റി കാറ്റഗറിയുടെ മുകളിൽ വരുന്ന റൂംസ് എടുക്കുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സിൽവറിൽ നമുക്ക് ലോവസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് AC റൂം നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഗോൾഡിൽ എനി പ്രൈവറ്റ് AC റൂം അതർ ദാൻ സ്യൂട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഡയമണ്ടിന് ഇതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും അത് കമ്പനി അതിൻ്റെ ആക്ച്വൽ എമൗണ്ട് തന്നെ നമുക്ക് തരുന്നതായിരിക്കും. ICU ചാർജിൽ 2% ഓഫ് ദ സം ഇൻഷുർഡ് ആണ് സാധാരണ ഉള്ള പോളിസികളിൽ ഉണ്ടാകാറുള്ളത്. ഇതിലും അങ്ങനെ തന്നെ ബ്രോൺസും സിൽവറും കാറ്റഗറിയിൽ 2% ഓഫ് ദ സം ഇൻഷുർഡ് ആണ്. ആക്ച്വൽസ് ആണ് ഗോൾഡിലും ഡയമണ്ടിലും ഉള്ളത്. കാറ്ററാക്റ്റിൻ്റെ നമ്മൾ പെർ ഇയർ ലിമിറ്റ് അത് സാധാരണ പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതാണ് അടിസ്ഥാന പരിരക്ഷ. ഇതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, കാരണം റൂം റെൻറ്റ് പലപ്പോഴും നമുക്കൊരു പ്രശ്നക്കാരനാണ്. ആ റൂം റെൻറ്റിന് നമുക്ക് കസ്റ്റമറുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ബ്രോൺസിലൊക്കെ ചെയ്യുമ്പോൾ 1% ഓഫ് ദ സം ഇൻഷുർഡേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കസ്റ്റമേഴ്സിനെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റേണ്ടതാണ്. ബിയോണ്ട് ഹോസ്പിറ്റലൈസേഷൻ പറയുമ്പോൾ നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പലതിലുള്ളതുപോലെ തന്നെ ഇതിൽ ഓരോ പ്ലാനിലും അത് ഡിഫറെൻ്റ് ആണ്.
ബ്രോൺസ് പ്ലാനിലാണെങ്കിൽ 30 പ്രീയും 45 പോസ്റ്റുമാണ്. 30 ഡേയ്സ് നമ്മുടെ മെയിൻ ക്ലെയിമിൻ്റെ 30 ദിവസം മുമ്പേയുള്ള ക്ലെയിമും 45 ശേഷം 45 ദിവസങ്ങൾ വരെയുള്ള ക്ലെയിമുകളും നമുക്ക് ബ്രോൺസിൽ നമുക്ക് എലിജിബിളാണ്. സിൽവറിൽ വരുമ്പോൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ 30ഉം പോസ്റ്റ് 60ഉമാണ്. പിന്നെ ഗോൾഡിൽ 45ഉം 75ഉമാണ്. ഡയമണ്ടിൽ 60ഉം 90ഉമാണ്. ഇങ്ങനെയാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇതിൽ ചെറിയൊരു കുനിഷ്ഠ അതിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഇൻപേഷ്യൻ്റ് ക്ലെയിം, നമ്മുടെ ആ ഒരു മെയിൻ ക്ലെയിം, അതിൻ്റെ 25% വരെയാണ് ഇത് പേയബിൾ ആവുന്നത്. മറ്റു പോളിസികളിൽ നമ്മളിങ്ങനെ കാണാത്തൊരു സാധനമാണിത്. ഇനി ഇതിനെ ചെറിയ തോതിൽ നമുക്ക് വേവ് ചെയ്യാം. കാരണം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ഡേയ്സ് അത് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ആഡ് ഓൺ കവറിൽ കൊടുക്കാവുന്നതാണ് 30 ദിവസം വരെ. പ്രീ 30 കൂട്ടാം, പോസ്റ്റ് 30 കൂട്ടാം. അതുപോലെ തന്നെ ഈ മാക്സിമം 25% ഓഫ് ദ ഇൻപേഷ്യൻ്റ് ക്ലെയിം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് 50% വരെ എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ഡേ കെയർ പ്രൊസീജിയേഴ്സ് 24 hours താഴെയുള്ള ഡേ കെയർ പ്രൊസീജിയേഴ്സും നമുക്ക് അപ് ടു സം ഇൻഷ്യൂർഡ് വരെ, ഈ ഡയാലിസിസ്, കീമോ, കാറ്ററാക്ട് ഇതുപോലുള്ള സർജറിക്കൊന്നും 24 hours അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് ഇതിൽ ഇതുപോലുള്ള ഡേ കെയർ പ്രൊസീജിയേഴ്സ് നമുക്കിതിൽ കവർ ചെയ്യാവുന്നതാണ്. പിന്നെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷനും നമുക്ക് ഈ പ്ലാനുകളിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ്റെ കേസിൽ നമുക്ക് ഈ ചില കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തളർവാദമൊക്കെ വന്ന് കിടപ്പിലായ ഒരു രോഗി, അദ്ദേഹത്തിന് അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട, നമുക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷനിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബ്രോൺസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 25, 50, 75, 100 അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ മറ്റ് പോളിസികളിലുള്ള സാധനം തന്നെയാണ് ആയുഷ് ട്രീറ്റ്മെൻറ്റ്. അതായത് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇതൊക്കെ അപ് ടു സം ഇൻഷ്യൂർഡ് ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറാണ്. അഡ്വാൻസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് കെയർ അതിൽ പറയുമ്പോൾ മോഡേൺ ട്രീറ്റ്മെൻറ്റ് 12ഓളമുള്ള മോഡേൺ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എലിജിബിളാണ്. റോബോട്ടിക് സർജറി പോലെയുള്ള, പണ്ട് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് റോബോട്ട് നടത്തുന്ന സർജറി എന്നാണ്. പക്ഷേ ഒരു റോബോട്ടിക് എൻവയോൺമെൻറ്റിൽ നടത്തുന്ന സർജറിയാണത്. അതായത് റോബോട്ടിക് ഹാൻഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഒരു സർജൻ വളരെ പ്രിസൈസായിട്ട് റോബോട്ടിക് ഹാൻഡ്സ് ഉപയോഗിച്ചിട്ട് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നൊരു സർജറിയാണ്. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോഡേൺ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ്ലിയും ആയിരിക്കും. അതുകൊണ്ട് അതിന് ആ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേബിളുണ്ട്. ആ ടേബിൾ ഓഫ് കണ്ടൻസ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കും. അതിലെ മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ ടേബിളിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. പേയ്മെൻറ്റ് എലിജിബിളാണ്. നീ റീപ്ലേസ്മെൻറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും മോഡേൺ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്, റോബോട്ടിക് സർജറിയിലൂടെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. HIV AIDS കവർ അത് പല പോളിസികളിലും ഇപ്പോഴത് കവേർഡാണ്. പിന്നെ മെൻ്റൽ ഇൽനെസ് കവർ സെപ്പറേറ്റ് ഒരു മെൻ്റൽ ഇൽനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുകയും ഒരു സൈക്യാട്രിസ്റ്റ് ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരിക്കണം. അതിൽ തന്നെ കൗൺസിലിംഗ് ഇതിൽ പേയബിൾ അല്ല എന്നുള്ളത് ഒന്നുകൂടെ പറയട്ടെ. അതുപോലെ ഈ ഡിപ്രഷൻ, സ്കീസോഫ്രീനിയ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഇതിനൊക്കെ വെയിറ്റിംഗ് പീരീഡുണ്ട്. 2 വർഷത്തോളമുള്ള വെയിറ്റിംഗ് പീരീഡ് ഇതിനുണ്ട്. മെൻ്റൽ ഇൽനെസ് കവറിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുണ്ട്. അതുപോലെ മോർബിഡ് ഒബീസിറ്റി, ഓർഗൻ ഡോണർ, അത് ഒബിസിറ്റി വരുമ്പോൾ നമുക്ക് ഒബിസിറ്റി BMIയുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. BMIയുടെ ബേസ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വെയ്റ്റ് കിലോഗ്രാമിലുള്ള വെയ്റ്റ് ബൈ നമ്മുടെ ഹൈറ്റ്, മീറ്ററിലുള്ള നമ്മുടെ ഹൈറ്റ്, അതിൻ്റെ സ്ക്വയർ. അതായത് ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 1.8 ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ എൻ്റെ വെയ്റ്റ് ഡിവൈഡഡ് ബൈ 1.8 × 1.8
അത് 40 കൂടുതലാണെങ്കിലാണ് ഒബിസിറ്റി എന്ന് പറയുന്നത്. അതായത് എനിക്ക് വെയിറ്റ് 130 മേലെ വരുമ്പോൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ എനിക്ക് മോർബിഡ് ഒബിസിറ്റി ഉണ്ടാവുന്നത്. ഇനി 40 കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു 3 ഇയർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ വെയിറ്റിംഗ് പീരീഡിന് ശേഷം നമുക്കിത് കവർ ചെയ്യാവുന്നതാണ്. ഇനി ചില കേസുകളിൽ ഒബിസിറ്റി BMI 35 വരെ എന്ത് ചെയ്യുന്ന ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എക്സ്ട്രീം ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ, കൊറോണറി ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ BMI 35 താഴെയാണെങ്കിലും നമുക്ക് 35 താഴെയല്ല 35 വരെ 35 മേലെയാണെങ്കിൽ നമുക്ക് മോർബിഡ് ഒബിസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് 3 വർഷത്തിന് ശേഷം പേയബിളുമാണ്. നമുക്ക് ചില അധിക ആനുകൂല്യങ്ങളെ കുറിച്ചും കൂടെ സംസാരിക്കാം. ആംബുലൻസ് കവർ. രോഗി ആംബുലൻസിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത് കവേർഡാണ്. അത് കവേർഡ് ആവുന്ന സമയത്ത് തന്നെ അതിന് ലിമിറ്റുണ്ട്. ഈ 4 പ്ലാനിനനുസരിച്ച് ബ്രോൺസ് പ്ലാനിലാണെങ്കിൽ അത് 2500 രൂപയാണ്, സിൽവറിൽ അത് 5000 രൂപയാണ്, ഗോൾഡിൽ അത് 7500 രൂപയാണ്, ഡയമണ്ടിൽ അത് 10000 രൂപയാണ്. ഈ പ്ലാനിനനുസരിച്ച് മാറും. എയർ ആംബുലൻസ് ഉണ്ട്. എയർ ആംബുലൻസ് ബ്രോൺസിൽ നമുക്ക് അവൈലബിൾ അല്ല, സിൽവറിലും ഗോൾഡിലും ഡയമണ്ടിലും അവൈലബിൾ ആണ്. സിൽവറിൽ അതിൻ്റെ ലിമിറ്റ് 50,000 ആണ് ഒരു പെർ ക്ലെയിം, 75,000 ആണ് ഗോൾഡിൽ, 1 lakh ആണ് ഡയമണ്ടിൽ. അതിൽ മാക്സിമം ലിമിറ്റും ഉണ്ട്. സിൽവറിലാണെങ്കിൽ മാക്സിമം ലിമിറ്റ് 1 lakhും, ഗോൾഡിൽ 7.5 ഞാൻ ആദ്യം പറഞ്ഞു എന്ത് ചെയ്യാം, 7.5 ആണ് അവരുടെ പെർ ആക്സിഡൻറ്റ് പെർ ക്ലെയിം ലിമിറ്റ്. മറ്റത് ടോട്ടൽ ലിമിറ്റ് എന്ന് പറയുന്നത് 1.5 ആണ്. ഡയമണ്ടിൽ അത് 2 ലക്ഷമാണ്. അതുപോലെ തന്നെ OP ട്രീറ്റ്മെൻറ്റ് നമുക്ക് ക്ലെയിം ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ബ്രോൺസിന് അത് അവൈലബിൾ അല്ല. സിൽവറിൽ 5000 രൂപ വരെ കിട്ടും, പിന്നെ ഗോൾഡിൽ 10000 രൂപ വരെയും, പിന്നെ ഡയമണ്ടിൽ 15000 രൂപ വരെയും കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ക്ലെയിം അപ്ലൈ ചെയ്യുന്നത് 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുക. 4ാമത്തെ പോളിസിയുടെ ഒരു 30 ദിവസം മുമ്പെങ്കിലും നമ്മൾ ക്ലെയിം സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടെയുണ്ട്. പിന്നെ ഹെൽത്ത് ചെക്കപ്പ്, നമുക്ക് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് മറ്റ് പല പോളിസികളിലുമുണ്ട്. ഇതിലും അത് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അതിൽ 2 കണ്ടിന്യൂസ് ക്ലെയിം ഇല്ലാത്ത, പോളിസി ബ്രേക്ക് ഇല്ലാത്ത 2 വർഷം കഴിഞ്ഞാലാണ്. ഇതിൽ ബ്രോൺസിൽ നമുക്കില്ല. നമുക്ക് സിൽവറിൽ 5000, ഗോൾഡിൽ 7500, ഡയമണ്ടിൽ 10000 രൂപ വരെ നമുക്ക് ഹെൽത്ത് ചെക്കപ്പിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബേസിക് സം ഇൻഷുർഡ്, അതായത് നിങ്ങളുടെ സം ഇൻഷുർഡ് തീർന്നു പോയി, എക്സോസ്റ്റ് ആയി കഴിഞ്ഞാൽ അത്രയും സം ഇൻഷുർഡ് തന്നെ നിങ്ങൾക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ചെയ്യപ്പെടുന്ന ഇപ്പോൾ നിങ്ങളുടെ സം ഇൻഷുർഡ് 25 lakhs ആണെന്ന് വിചാരിക്കുക. 25 lakhs ആണെങ്കിൽ 25 lakhs ഒരു വർഷത്തിൽ തന്നെ തീർന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു 25 lakhs കൂടെ കമ്പനി വളരെ സഹൃദയത്വത്തോടു കൂടി നമുക്ക് തരും. പക്ഷേ 1-2 കണ്ടീഷൻസ് ഉണ്ട്. ആ 25 lakhs നിങ്ങൾ ക്ലെയിം ചെയ്ത ഏതെങ്കിലും അസുഖങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പതിവ് പോലെ ബ്രോൺസിനെ ഇവർ തഴഞ്ഞിരിക്കുകയാണ്. സിൽവറും ഗോൾഡും ഡയമണ്ടും പ്ലാനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒറ്റ പ്രാവശ്യമേ ഉണ്ടാവുകയുള്ളൂ. ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും. അതും തീർന്നു പോയാൽ പിന്നെ ഇല്ല. ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലെയിം ചെയ്ത അസുഖങ്ങൾക്ക് പിന്നീട് അത് കിട്ടില്ലെന്നുള്ളതാണ്. അതുപോലെ ആനുവൽ ബേസ് ചെയ്തിട്ടുള്ള പോളിസീസ്, ലോങ് ടേം പോളിസിയുടെ കാര്യമല്ല പറയുന്നത്. ആനുവൽ ബേസ്ഡ് പോളിസി, ഇയർലി പോളിസികളിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനാണ് പ്രീമിയം ലോക്കിംഗ്, പ്രീമിയം ഫ്രീസ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം അടക്കുന്ന അതേ പ്രീമിയം തന്നെ നമുക്ക് ലോക്ക് ചെയ്തിടാം. ഇതൊരു ആഡ് ഓൺ കവറാണ്. നമുക്ക് ഈ പോളിസിയുടെ, നമ്മുടെ മേക്ക് യുവർ ഓൺ പോളിസിയുടെ
റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ലാബ് ആയിട്ടല്ല, എപ്പോഴും ഇൻഡിവിജ്വൽ ഓരോ ഏജ് വൈസാണ്. അപ്പോൾ ഏജ് വൈസിൽ ഓരോ ഏജിലും പ്രീമിയം കുഞ്ഞു ആയിട്ട് വർധനവുണ്ടാവും. ഈ വർധനവ് നമുക്ക് കുറച്ച് പ്രീമിയം അടച്ചിട്ട് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ആ ഒരു ആഡ് ഓൺ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വർധനവ് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് 5 വർഷം വരെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്ലെയിം ഉണ്ടാവുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ഏജിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ, നമുക്കൊരു എൻട്രി ഏജ് ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 18 മുതൽ 45 വയസ്സ് വരെ പ്ലാറ്റിനം പ്ലാനിലും ബാക്കി 18 മുതൽ 55 വയസ്സ് ബാക്കിയുള്ള എല്ലാ പ്ലാനുകളിലും ആ ഒരു എൻട്രി ഏജിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇത് പൊളിയും. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം അടച്ച അതേ പ്രീമിയം തന്നെയാവും. ഇനി ക്ലെയിം വന്നു എന്ന് വിചാരിക്കുക, ഇപ്പം 4ാമത്തെ വർഷത്തിൽ ക്ലെയിം വന്നു എങ്കിൽ 5ാമത്തെ വർഷം അടക്കേണ്ടത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏജിനനുസരിച്ച്, അതായത് ഞാൻ ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ 20ാമത്തെ ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 20, 21, 22, 23, 24ാമത്തെ ഏജിൽ എത്രയാണോ അടക്കേണ്ടത് അത് അടച്ചാൽ മതി. അപ്പോൾ 4 വർഷം വരെ പഴയതിലും 5ാമത്തെ വർഷം പുതിയതിലും അടക്കേണ്ടി വരും, ക്ലെയിം വരുന്നത് വരെ. ക്ലെയിം വന്നില്ലെങ്കിൽ നമുക്ക് ഒരേ രൂപത്തിൽ തന്നെ അത് കൊണ്ടുപോകാം. ഇനി ഭാവിയിൽ ഈ പ്രീമിയത്തിൽ വർധനവ് വരികയാണെങ്കിൽ ആ വർധനവ് ഇതിലും ആപ്ലിക്കബിളാണ്. ഇപ്പോഴുള്ള പ്രീമിയത്തിൻ്റെ 20ാം വയസ്സിലുള്ള പ്രീമിയം 6427 ഇതിൽ കാണിച്ചിട്ടുള്ളത്, 5 ലക്ഷത്തിന്. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ പ്രീമിയം 20 വയസ്സിലുള്ള പ്രീമിയം അടുത്ത വർഷം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വയസ്സിലെ പ്രീമിയം ഒരു 6500 ആയിട്ടുണ്ടെങ്കിൽ അതിന് ആ 6500 ആയിരിക്കും നമ്മൾ എടുക്കുക. പോളിസിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, പോളിസിയിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, പ്രീമിയം വർധനവ് വന്നിട്ടുണ്ടെങ്കിൽ ആ വർധനവ് നമ്മൾ എടുക്കും. അല്ലാത്തത് നമ്മുടെ ഈ ചാർട്ട് പ്രകാരമുള്ള വർധനവ് നമ്മൾക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്യാം. ഒരു ചെറിയ തുക കൊടുത്തിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലെയിം ഇല്ലാത്ത പോളിസികളിൽ ക്യുമുലേറ്റീവ് ബോണസാണ് നമ്മൾ സാധാരണഗതിയിൽ ക്യുമുലേറ്റീവ് ബോണസ് കൊടുക്കാറുണ്ട്. മെഡിക്ലെയിമിൽ നമ്മൾ മോട്ടറിൻ്റെ കേസിലാണെങ്കിൽ നോ ക്ലെയിം ബോണസ് കൊടുക്കാറുണ്ട്. നോ ക്ലെയിം ബോണസ് പ്രീമിയത്തിൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ക്യുമുലേറ്റീവ് ബോണസ് സം ഇൻഷുവേർഡിൽ ഒരു എൻഹാൻസ്മെൻ്റ് ആണ് കൊടുക്കുക. ഇത് നോ ക്ലെയിം ഡിസ്കൗണ്ട് ശരിക്കും മെഡിക്ലെയിമിന് പരിചയമില്ലാത്തൊരിടമാണ്. എന്നാൽ മെഡിക്ലെയിമിൽ ഇത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ചിലപ്പോൾ കസ്റ്റമർക്ക് പ്രീമിയത്തിലുള്ള ഒരു കുറവായിരിക്കും വേണ്ടത്, സം ഇൻഷുവേർഡിലുള്ള വർധനവായിരിക്കില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കസ്റ്റമർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഏത് സ്വീകരിക്കണമെന്ന്. അദ്ദേഹത്തിന് ഒന്നുകിൽ ക്യുമുലേറ്റീവ് ബോണസ് സ്വീകരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നോ ക്ലെയിം ഡിസ്കൗണ്ട് സ്വീകരിക്കാം. ഇനി ക്യുമുലേറ്റീവ് ബോണസിൻ്റെ കേസിൽ പറയാം. ക്യുമുലേറ്റീവ് ബോണസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്യുമുലേറ്റീവ് ബോണസ് നമുക്ക് ക്യുമുലേറ്റീവ് ബോണസ് സം ഇൻഷുവേർഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മുടെ സം ഇൻഷുവേർഡ് അക്യുമുലേറ്റ് ആവുന്നു ഒരു ചെറിയൊരു ശതമാനം കണക്കിൽ. അത് ബ്രോൺസ് കാറ്റഗറിയിലാണെങ്കിൽ 5% വെച്ചിട്ട് ഒരു ക്ലെയിം ഇല്ലാത്ത വർഷം, ഒരു ക്ലെയിം ഇല്ലെങ്കിൽ 5% വെച്ച് വർദ്ധിച്ച് പോവും. അങ്ങനെ 50% വരെ കിട്ടും. സിൽവറും ഗോൾഡിലും പ്ലാനിൽ 10% വെച്ച് വർദ്ധിച്ചു പോകുന്നു. അങ്ങനെ മാക്സിമം 100% വരെ പോകും. ഡയമണ്ടിൽ 20% വെച്ച് വർദ്ധിക്കുകയും അങ്ങനെ മാക്സിമം 100% വരെ എത്തിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ക്ലെയിം വരികയാണെങ്കിൽ ക്ലെയിം അതേ പ്രൊപ്പോർഷനിൽ താഴേക്ക് പോകും, റീസെറ്റ് ആവില്ല. നമുക്ക് ക്യുമുലേറ്റീവ് നമ്മുടെ NCBയിലൊക്കെ ആണെങ്കിൽ റീസെറ്റ് ആവും, ഇതിൽ റീസെറ്റ് ആവുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രം. ഞാൻ പറഞ്ഞു ക്യുമുലേറ്റീവ് ബോണസ് ഓപ്റ്റ് ചെയ്യുന്നതില്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷനുണ്ട്, അത് നോ ക്ലെയിം ബോണസാണ്, നോ ക്ലെയിം ഡിസ്കൗണ്ടാണ്. നമുക്ക് നോ ക്ലെയിം ഡിസ്കൗണ്ടിൽ പ്രീമിയം തുകയിൽ ലാഭം നേടാൻ പറ്റും. അതായത് പ്രീമിയത്തിലാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് അപ്ലൈ ആവുന്നത്. ഇത് പേര് പോലെ ക്യുമുലേറ്റീവ് അല്ല.
നിങ്ങൾക്ക് 2.5% ഡിസ്കൗണ്ട് അതിൻ്റെ റിന്യൂവലിൽ കിട്ടും. ലോങ് ടേം പോളിസി ആണെങ്കിലും ശരി, സാധാരണ പോളിസി ആണെങ്കിലും ശരി, ആനുവൽ പോളിസി ആണെങ്കിലും നിങ്ങൾക്ക് 2.5%ൻ്റെ ഒരു പ്രീമിയത്തിലുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അത് ക്ലെയിമല്ല. ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് നമ്മുടെ മോട്ടോർ പോളിസി ഉള്ളതുപോലെ തന്നെ നമുക്ക് ആ ക്യുമുലേറ്റീവ് ആ ഒരു ബോണസ് നമുക്ക് കിട്ടില്ല. ക്ലെയിം ഇല്ലാത്തതാണെങ്കിൽ അടുത്ത വർഷം നമുക്കൊരു 2.5% പ്രീമിയത്തിൽ ഒരു കുറവ് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, കസ്റ്റമർക്ക് ഒരു വർഷം ക്ലെയിം ഫ്രീ ആയിട്ടുള്ള ഒരു വർഷത്തിന് ശേഷം അടുത്ത വർഷം പുതുക്കുമ്പോൾ അത് ക്യുമുലേറ്റീവ് ബോണസിൽ ആഡ് ചെയ്തിട്ട് സം ഇൻഷുർഡ് കൂട്ടണോ, അതോ NCD ആയിട്ട് ഡിസ്കൗണ്ട് ആയിരിക്കും, നോ ക്ലെയിം ഡിസ്കൗണ്ട് ആയിട്ട് പ്രീമിയത്തിൽ നിന്ന് കുറക്കണോ എന്ന് കസ്റ്റമർക്ക് തീരുമാനിക്കാം. ഇനി നമ്മൾ ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് നമ്മൾ തന്നെ ചെയ്തു, അങ്ങനെ ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് ഒരു 5 വർഷം ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി 6ാമത്തെ വർഷം അദ്ദേഹത്തിന് ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് വേണ്ട, അതിൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ നിലവിൽ ക്യുമുലേറ്റീവ് ബോണസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്നൊരിക്കൽ നമുക്ക് വേണമെങ്കിൽ ആ പ്ലാന് മാറ്റിയിട്ട് ഡിസ്കൗണ്ട് പ്രീമിയത്തിലേക്കുള്ള ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്യാം. നേരെ തിരിച്ചും ചെയ്യാം. നിങ്ങൾക്ക് പ്രീമിയത്തിലുള്ള ഡിസ്കൗണ്ടാണ് ഉള്ളതെങ്കിൽ അതിന് ക്യുമുലേറ്റീവ് നാച്ചുർ ഇല്ല. ഓരോ വർഷവും ക്യുമുലേറ്റ് ചെയ്യുന്നില്ല. ആ വർഷത്തെ പ്രീമിയത്തിൽ നിന്ന് 2.5 കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലെയിം ഫ്രീ ഇയർ ആയിക്കഴിഞ്ഞാൽ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യും എന്ന് മാത്രം. നമുക്ക് എന്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഓൾറെഡി അവെയിൽ ചെയ്തതാണ്. അടുത്ത വർഷം മുതൽ ക്യുമുലേറ്റീവ് ബോണസ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത്ര മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നോളജ് അപ്ഡേറ്റ് സീരീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നുള്ള എപ്പിസോഡ് ഞാൻ ബാറ്റൺ വൈശാഖിന്, നമ്മുടെ പ്രിയങ്കരനായ വൈശാഖിന് കൈമാറുകയാണ്. തുടർന്നുള്ള എപ്പിസോഡ് വൈശാഖ് എടുക്കുന്നതായിരിക്കും. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം, ഏതൊരു സെയിൽസ് പേഴ്സണും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് നോളജാണ്. പണ്ട് ഗുഹയിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഗുഹാമനുഷ്യർക്ക് അവരുടെ മണ്ണിൻ്റെ ചുവട്ടിൽ പെട്രോളിയം ഉണ്ടായിരുന്നു, ധാതുക്കൾ ഉണ്ടായിരുന്നു. ആ ധാതുക്കൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കാനോ ആ പെട്രോളിയം ഉപയോഗിച്ച് ജീവിതം തന്നെ മാറ്റിമറിക്കാനോ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ള നോളജ് അവർക്കുണ്ടായിരുന്നില്ല. നിങ്ങളെ ജീവിതം മാറ്റിമറിക്കാൻ നോളജ് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. നോളജ് അപ്ഡേറ്റ് സീരീസ് അതിനുവേണ്ടിയാണ് നോളജ് അപ്ഡേറ്റ് സീരീസ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.